വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരകലം ബാക്കിയുണ്ടാകും. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വന്നേക്കാം. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും, അറിവില്ലാത്തവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല. എന്തെങ്കിലും നല്ലത് ചെയ്യുക, നന്മയിൽ ജീവിക്കുക, അപ്പോൾ ജീവിതം മനോഹരമാകും. എവറസ്റ്റ് കീഴടക്കുവാനോ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉന്നതിയിലെത്താനോ എന്തായിരുന്നാലും വേണ്ടത് ശക്തിയും ആർജവവുമാണ്. മതം എന്നത് മഹാത്മാർക്ക് സുഹൃത്തുക്കളെ സമ്പാദിക്കാനുള്ള മാർഗമാണ്, അല്പന്മാർക്ക് അതൊരായുധവും. നിങ്ങളെ മാനസികമായി തളർത്തുന്നവരെ ഒഴിവാക്കുക. പകരം നിങ്ങളിലെ ഏറ്റവും നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുക. നിങ്ങളുടെ വാക്കുകളിൽ പ്രാവണ്യം നേടുക. നിങ്ങളുടെ ചിന്തകളെ ആത്മവിശ്വാസത്തിന്റെ പാതയിൽ കൊണ്ടുവരിക. നിങ്ങളുടെ ശരീരത്തിന് ദോഷം ചെയ്യാൻ ഒരിക്കലും അനുവദിക്കരുത്. ഈ 3 കാര്യങ്ങളും പരിശുദ്ധിയോടെ പിന്തുടരുക. ജ്ഞാനത്തിന്റെ ഒരു വഴി നിങ്ങൾ സ്വയം കണ്ടെത്തും. സ്വന്തം കർമ്മപദങ്ങളിൽ സ്വയം വിമർശനം നടത്തി ഞാൻ എന്ന ഭാവത്തെ ജയിക്കാനായാൽ അത് നമുക്ക് സംസ്കാര സമ്പന്നമായ ജീവിതത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു തരും. പൂക്കളുടെ സുഗന്ധം കാറ്റിന്റെ ദിശയിൽ മാത്രം പടരുന്നു, എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശയിലേക്കും വ്യാപിക്കുന്നു. നിങ്ങൾ വിജയിക്കുമ്പോൾ ചുറ്റുമുള്ളവർ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും 100% വിജയിയല്ല. അതുപോലെ തന്നെ നിങ്ങൾ തോൽക്കുമ്പോൾ അവർ പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും 100% മോശവുമല്ല. സ്നേഹം ഒരു ബന്ധമായി മാറുമ്പോൾ അത് ബന്ധനമായി തീരുന്നു. സ്നേഹം ഒരു അവസ്ഥയായി മാറുമ്പോൾ അത് സ്വാതന്ത്ര്യമായി തീരുന്നു. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് ഏത് വെല്ലുവിളികളെയും നേരിടുവാനുള്ള ശക്തി നൽകും. ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും മികച്ച ബുദ്ധികളെ കണ്ടെത്താൻ അയക്കുക ഒരു ക്ലാസ് റൂമിന്റെ ഏറ്റവും ഒടുവിലത്തെ ബെഞ്ചിൽ നിന്നാണ്. കോപവും കൊടുങ്കാറ്റും ഒരുപോലെയാണ്. രണ്ടും ശമിച്ചതിനു ശേഷമേ അതുണ്ടാക്കിയ നാശം എത്രയാണെന്ന് തിരിച്ചറിയാനാകൂ. സ്ത്രീകൾ അമിതമായി അണിഞ്ഞൊരുങ്ങിയാൽ അതിനർത്ഥം അവർക്ക് കോൺഫിഡൻസ് കുറവാണ് എന്നാണ്. മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഭയക്കേണ്ടതില്ല. വിജയകരമായ ഒരു മനുഷ്യനാകുന്നതിനേക്കാൾ ഉപരി മൂല്യമുള്ള മനുഷ്യനാകാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.